സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഇന്ന് 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. ഇന്ന് 6 ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മഴ കനത്തതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂർ, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട്. പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം എന്നതാണ് കളക്ടറുടെ ഉത്തരവ്. സംസ്ഥാനത്ത് മഴ ആരംഭിച്ചിട്ടേയുള്ളൂ. അപ്പോൾ തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ ആണ് രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വെള്ളക്കെട്ട്, അതായത് കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലുള്ള വെള്ളക്കെട്ടിൽ നിരവധിയായ ആളുകൾ, കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ നേർചിത്രം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചാൽ, അതിതീവ്ര മഴയിലേക്ക് കടന്നാൽ തീർച്ചയായും വലിയ പ്രതിസന്ധിയായിരിക്കും ജനങ്ങൾ നേരിടാൻ പോകുന്നത് എന്നതാണ്. നമുക്കറിയാം, കേരളത്തിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാലവർഷത്തിൻ്റെ രീതികളിലും സാധാരണ കാലവർഷം തുടർച്ചയായി പെയ്യുന്നു എങ്കിൽ പലപ്പോഴും ഒരു മഴ അതിശക്തമായ നിലയിൽ വളരെ പെട്ടെന്ന് പെയ്യുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങൾ ഓടകൾ വൃത്തിയാക്കുക, അതോടൊപ്പം തന്നെ തോടുകൾ വൃത്തിയാക്കുക, അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിട്ടില്ല എങ്കിൽ ആ പ്രദേശത്ത്, ഇത്തരം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനുള്ള വലിയ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വീടിനകത്തൊക്കെ വെള്ളം കയറിയിട്ട് സാധനങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ്. അതായത് മുട്ടോളം വെള്ളം എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നേരിടുന്നത് പല കുടുംബങ്ങളും എന്നതാണ്. കെ വി ബൈജു ഇപ്പോൾ ചേരുന്നുണ്ട്. ബൈജു, വടക്കൻ ജില്ലകളിൽ ആണ് ഇന്ന് മുൻകരുതൽ എന്ന നിലയിൽ അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൊതുവിൽ കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തി പ്രാപിക്കുകയാണ്. വടക്ക് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. രാവിലെ എന്തായിരുന്നു സാഹചര്യം? ഇപ്പോഴെന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ? ഇപ്പം വെയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ശക്തമായ മഴയാണിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയം മഴയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ തോതിലുള്ള മഴ ഏതായാലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും മലയോര മേഖലകളിലും അതോടൊപ്പം തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് സർവീസൊക്കെ, കോട്ടപ്പുറം ഹൗസ് ബോട്ട് സർവീസൊക്കെ പൂർണ്ണമായും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഏത് അപകട അവസ്ഥയും അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയും നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് ജില്ലാ കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. യെസ്, ബൈജു സൂചിപ്പിക്കുന്ന പോലെ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുമുണ്ട്. ബൈജുവിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. അതായത് സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഇപ്പോൾ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ വടക്കൻ ജില്ലകളിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ 5 ജില്ലകളിൽ ആണ് റെഡ് അലർട്ട് ഉള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ആണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ബൈജു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ണൂരിൽ, കാസർഗോഡ് നേരത്തെ ഒരല്പം വെയിലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വയനാട് ഇത്തവണ നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് എപ്പോഴും കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. അവിടെ ഈ അവധി പ്രഖ്യാപിച്ച പശ്ചാത്തലം, ഒപ്പം ടൂറിസം സ്പോട്ടുകളിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. നിരവധി ആളുകൾ ഈ വിനോദസഞ്ചാരത്തെയൊക്കെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകൾ വരുമ്പോഴൊക്കെ അത് കൃത്യമായി തന്നെ നൽകണം. ഏത് പ്രദേശത്താണ്, കാരണം അല്ലായെങ്കിൽ പൊതുവിൽ വയനാടിനെ അത് ബാധിക്കുമെന്ന തരത്തിലൊക്കെ ഈ വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് ഉള്ളവരുടെ പ്രതികരണമൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരം അപകട സാധ്യതകളൊന്നും തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ ആജ്ഞ കൂടി
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.